എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലത്തെ ഫലമാണ്. 1201 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ നിങ്ങളുടെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Temperance, King of Swords, Knight of Swords, Six of Swords, High Priestess, അതുപോലെ തന്നെ Queen of Pentacles എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു സ്ഥിരത എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു ബന്ധത്തിൽ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബന്ധങ്ങളിൽ സ്ഥിരത എന്ന് പറയും. കാരണം നിങ്ങളിപ്പോൾ പ്രണയത്തിലാണ്, പക്ഷേ അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാൻ ഉറപ്പ് അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമുക്ക് പിന്നെ സംസാരിക്കാം, അല്ലെങ്കിൽ അത് എപ്പോഴും നീട്ടി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിൽ ആ ഒരു വ്യക്തി ഫൈനലി ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതത്വമാണ്, ഒരു പ്രണയമുണ്ട്, അതൊരു വിവാഹത്തിലേക്ക് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊരു ബാലൻസിലേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഫീലിങ്ങിലേക്ക് നിങ്ങൾക്ക് വരികയാണ്, ജീവിതത്തിൽ ഒരു സ്ഥിരതയായി അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളൊരു ഫീലിംഗ്. മറ്റു ചിലരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാവാം, സ്ഥിര വരുമാനമുള്ളൊരു ജോലി ലഭിക്കുന്നതാവും, പെർമനൻറ്റ് ജോബ്. ഇതുവരെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി നിങ്ങൾക്കില്ല എങ്കിൽ ഒരു പെർമനൻറ്റ് ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ പല കാര്യത്തെക്കുറിച്ചുണ്ടായിരുന്ന സംശയങ്ങൾക്ക് അറുതി വരുന്ന സമയമാണ്. പലതും ഇനി ഇങ്ങനെയാണോ എന്താണ് അങ്ങനെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു കാര്യം എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരെയും സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന, ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവരോ, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, എപ്പോഴും വഴക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛനമ്മമാരും മക്കളും തമ്മിൽ എപ്പോഴും വഴക്കാണ്, അങ്ങനത്തെ ഒരു കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു ഒരു ജീവിതത്തിൽ ഉള്ളവരെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അതിൽ നിന്ന് ഒരു ബാലൻസിലേക്ക് തിരിച്ചുള്ള വരവ്, കുടുംബത്തിലുള്ള പ്രശ്നം, കലഹങ്ങൾ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാവുക, ഇതൊക്കെ മാറി നിങ്ങൾ തമ്മിലൊരു നല്ല കണക്ഷൻ സ്ഥാപിക്കാനായിട്ട് ഫാമിലിയിൽ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ മറ്റു ചിലരെ സംബന്ധിച്ച് വർക്ക് ലൈഫ് ബാലൻസാണ്. അതായത് നിങ്ങൾ ജോലി കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വർക്കഹോളിക് ആയിരിക്കാം. ജോലിയുടെ കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി ജോലിയിൽ കൂടുതൽ ഇൻവോൾവ് ആണ്, പക്ഷേ കുടുംബം നോക്കാനപ്പോൾ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോൾ ജോലിയിലെ പ്രശ്നങ്ങൾ വരുന്നു, ജോലിയിൽ എത്താൻ വൈകുന്നതോ, അല്ലെങ്കിൽ ജോലിയിലെ ചില കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലും ഒക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലൊരു പുതിയൊരു ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാവാം എന്നുള്ളത് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് കിങ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു വർഷമാണ് ഈ വർഷം. കാരണം വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒത്തിരി മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. ലൈഫ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു, തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ വളരെയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്ന് തന്നെ പറയും. നിങ്ങൾക്ക് ഇതൊരു അത്ഭുതം, ഒരു മിറാക്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് പുറകിൽ നിൽക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷേ നിങ്ങൾ എന്തെങ്കിലും എൻട്രൻസ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, ഇന്നൊരു ഇതിലേക്ക് പോകണം എന്നുള്ളത്, ഈ പ്രത്യേക സ്ട്രീമിലേക്ക് അതിന് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ എൻട്രൻസ് പരീക്ഷ നിങ്ങൾ പാസ്സാവും, നിങ്ങൾ ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുന്നു എന്നുള്ളതൊക്കെ, ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ വണ്ണം ഫീൽ ചെയ്യുന്നുണ്ടാവാം.
ഫാമിലിയിൽ തന്നെ നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിൽ നിങ്ങൾക്കൊരു വലിയ പേര് കിട്ടുകയാണ്. കാരണം അവരൊന്നും പ്രതീക്ഷിച്ചൊരു കാര്യമായിരിക്കില്ല. ചിലപ്പോൾ സി എയുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ GRF SRF ഇപ്പോൾ റിസർച്ച് സ്കോളർഷിപ്സ് ഒക്കെ ലഭിക്കുന്ന സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടും നിങ്ങൾ ചില ആളുകൾ ജോലിയിൽ നിന്നുകൊണ്ട് പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പഠിത്തം തുടരുന്നുണ്ടാവും ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ ഒത്തിരി വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ചില ആളുകൾ പറയുമല്ലോ നിന്ന് തിരിയാൻ നേരമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ പലപ്പോഴായിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ 4 പേരുള്ള വീടാണെങ്കിൽ പോലും അച്ഛനും അമ്മയും മക്കളും ഉണ്ടെങ്കിലും അമ്മ മാത്രമായിരിക്കും ജോലി ഇല്ലാത്തത് കൊണ്ട് വേറെ പണിയൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള കുടുംബത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല ഒന്നിനും. പക്ഷേ മറ്റുള്ളവർ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് പതുക്കെ പതുക്കെ ആളുകളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കാം. ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, അത് പല രീതിയിലും കാര്യങ്ങൾ അതിലെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് പലപ്പോഴും നിങ്ങളായിട്ട് പറയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും എത്രത്തോളം ഉണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സമയം, അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാത്ത ആളുകൾ അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സമയമായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളും ആവാം. അപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഓരോരുത്തർ തന്നെ ചെയ്തു തുടങ്ങുമ്പോൾ ആ ഒരു ജോലിയുടെ വ്യാപ്തി മനസ്സിലാക്കുന്നതും ആവാം. കാരണം ഇത് നിങ്ങളായിട്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതല്ല, അവർ പല കാരണങ്ങൾ കൊണ്ട് അവർ ചെയ്യുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നതിൻ്റെ സിറ്റുവേഷനോ പല കാരണങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് വരുന്നതുമാവാം. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പ്രായമായി ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ പ്രായത്തിലും ഒരേപോലെ പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ചില ആളുകളുണ്ട് ഒരിടത്ത് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ഭയങ്കരമായിട്ട് പണിയെടുക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കുക, ഒരു പ്രായം കഴിയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 6 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ശ്രമിച്ചിട്ടുണ്ടാവും, നടന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ലൊരു സമയമാണ് ഇപ്പോൾ. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് 10, 35, 40 വയസ്സൊക്കെ ആയിട്ടുണ്ടാവാം. ഓരോരുത്തരുടെ നമ്മൾ പറയുമല്ലോ യോഗം എന്ന് പറയുന്നത് ഇന്ന സമയത്താണ്. അപ്പോൾ ചില അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് എനർജി എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട്. സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക, ആത്മീയതയിലേക്ക് ഇറങ്ങി ചെല്ലുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയമായിട്ടും ഒത്തിരി എന്താ പറയുക, ദൈവികമായിട്ടുള്ളത്, മതപരമായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറുകെ പിടിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇതിനൊന്നും നിങ്ങൾക്ക് നേരം ഉണ്ടായി കാണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പലരും തിരിച്ച് ഇങ്ങനെയുള്ളൊരു ജീവിതം, നിങ്ങളൊരു കാലത്ത് നിങ്ങൾ ചിലപ്പോൾ കുട്ടികളായിരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കാലഘട്ടം വരെ നിങ്ങളൊരു പക്ഷേ വീട്ടിൽ പാരൻസിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടു വളർന്നവരായിരിക്കാം. പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോയി. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വീണ്ടും അതിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് അതിലെപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ചുറ്റുപാടുള്ള സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന എനർജി. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. അപ്പോൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലി ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ ജോലി ലഭിക്കുന്നത് ഈ ഒരു വർഷമായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ ജോലിയിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല, പഠിത്തം ഇനി നെക്സ്റ്റ് പോകാമെന്ന് തീരുമാനിച്ചവരായിരിക്കാം. പക്ഷെ പെട്ടെന്ന് വളരെ നല്ലൊരു ജോലി കിട്ടും, അതിലേക്ക് കയറുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വർഷമാണ്.
അപ്പോൾ ഇനിയിപ്പോൾ ജോലിയായിട്ടല്ലെങ്കിലും സൈഡ് ബിസിനസ്സിലൂടെയോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഈ ഒരു വർഷം നിങ്ങൾക്കായിട്ട് തരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.